ആഷ്ലി വെസ്റ്റ്വുഡ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഉള്ള നെഗറ്റീവുകളെ കുറിച്ച് സംസാരിക്കാം. നെഗറ്റീവ് എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്റെ മനസ്സിലെ കൺസേണുകളാണ്. ഒരു ലോങ് ടേം പ്ലാൻ ഇല്ലാത്ത മാനേജീരിയൽ ജോബില് വെസ്റ്റ്വുഡ് എപ്പോഴും സ്ട്രഗിൾ ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ ഈ ലോങ് ടേം പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാനുള്ള സമയമാണ്. നമുക്ക് ആദ്യം ബംഗളൂരു FC-യിൽ നിന്ന് തന്നെ തുടങ്ങാം. JSW ഐ ലീഗിൽ കളിക്കാനുള്ള ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് മീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അവർക്കൊരു സ്പെഷ്യൽ എക്സംഷൻ ലഭിച്ചിരുന്നു. ആദ്യ 3 സീസണുകളിൽ അവർക്ക് റെലഗേഷൻ ആപ്ലിക്കബിൾ അല്ല. ഈ ഒരു ഫാക്ടർ കൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ബംഗളൂരു FC-യിൽ വെസ്റ്റ്വുഡിന് പ്രഷർ ടു പെർഫോം ഇല്ലായിരുന്നു. അത് തന്റെ ടീമിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തെന്ന് പുള്ളി തന്നെ ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. BFC വിട്ടതിന് ശേഷം മലേഷ്യൻ ക്ലബായ പെനാങ്ങിലേക്കാണ് വെസ്റ്റ്വുഡ് പോകുന്നത്. അതായത് മലേഷ്യൻ സൂപ്പർ ലീഗിലേക്ക് അവര് പ്രൊമോട്ടായി വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ സീസൺ. ആദ്യത്തെ സീസണിൽ വെറും 1 പോയിന്റിന്റെ ഡിഫറൻസിലാണ് അവര് റെലഗേഷൻ അവോയ്ഡ് ചെയ്ത് ടോപ്പ് ഡിവിഷനിൽ കണ്ടിന്യൂ ചെയ്തത്. മുൻ ജോഹർ ദാരുൽ തസീമിന്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്ന നനാദ് ബച്ചീന ആ ഒരു സീസണിന് ശേഷം ക്ലബ്ബ് വിട്ടു. ആ ഒരു ഗ്യാപ്പിലേക്കാണ് വെസ്റ്റ്വുഡ് വരുന്നത്. ആദ്യ 6 മത്സരങ്ങൾ തുടർച്ചയായിട്ട് പുള്ളി തോറ്റു. പിന്നീട് 2 ഡ്രോ. അതിനൊടുവിൽ ആ ജോലിയും തെറിച്ചു. പിന്നീട് ATKയിൽ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് വന്നു. ആ സീസണിന്റെ പകുതി വെച്ച് ടെഡി ഷെറിംഗം സാക്കായി. അതിനുശേഷം വെസ്റ്റ്വുഡ് കോച്ചായിട്ട് ചുമതലയേറ്റു. 7 മത്സരങ്ങളിൽ 6 എണ്ണവും തോറ്റു. ആകെ നേടിയ ഒരേ ഒരു പോയിന്റ് അത് ആക്ച്വലി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയായിരുന്നു. കൊൽക്കത്തയിൽ നടന്ന ആ ഒരു 2-2 എന്ന ഡ്രോയിലൂടെ ഒരു പോയിന്റ് അദ്ദേഹത്തിന് നേടാനായി. പിന്നീട് പഞ്ചാബിൽ കോവിഡ് മൂലം ഹോൾട്ട് ചെയ്യപ്പെട്ട ഒരു സീസണിന്റെ തുടക്കത്തിലാണ് വെസ്റ്റ്വുഡ് ചുമതലയേക്കുന്നത്. ആ ഒരു സീസൺ അത്യാവശ്യം ബെറ്റർ ആയിട്ട് തുടങ്ങിയെങ്കിലും പിന്നീട് ഒടുവിൽ 5 മത്സരങ്ങളിൽ 2 ജയം മാത്രമുള്ള ഒരു റണ്ണിന് ശേഷം ആ ഒരു ജോലി നഷ്ടമായി. അഫ്ഗാനിസ്ഥാന്റെ കോച്ചായിട്ട് വെസ്റ്റ്വുഡ് വർക്ക് ചെയ്യുമ്പോൾ പ്ലേയേഴ്സ് ഫെഡറേഷനെതിരെ ബോയ്ക്കോട്ട് വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹോങ്കോങ്ങിന്റെ കോച്ചായിരുന്നപ്പോ സ്ട്രൈക്കറായ ലൗച്ചി ലോക്കിനെ ഇൻക്ലൂഡ് ചെയ്യാത്തതിന്റെ പേരിൽ ഫാൻസും അദ്ദേഹത്തിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ പുള്ളി ക്ലബ്ബുകളോ ടീമുകളോ വിടുന്ന ഒരു പാറ്റേൺ ഇവിടെ ഉണ്ട്. ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയുള്ള ക്ലബ്ബ് എന്ന നിലയ്ക്ക് ബ്ലാസ്റ്റേഴ്സിലേക്ക് വെസ്റ്റ്വുഡ് വരുമ്പോൾ ഈ ഒരു പാറ്റേൺ അതെനിക്ക് ചെറിയൊരു കൺസേൺ നൽകുന്നുണ്ട്.